ഈ മഹാഭാരതത്തിൽ വരെ മദ്യത്തിന്റെ ദൂഷ്യവശങ്ങൾ പറയുന്നുണ്ട്. യാദവകുലം നശിച്ചത് തന്നെ മദ്യം കൊണ്ടല്ലേ? എന്തൊരു ഖുറാനിൽ പറയുന്നില്ലേ ഇത് ബസാന്ന്? ബൈബിളിന്റെ ഉൽപ്പത്തിയില് മദ്യത്തെ വിരോധിക്കുന്നുണ്ട്. പിന്നെ വ്യക്തി, കുടുംബം, രാഷ്ട്രം എല്ലാത്തിനും നശിപ്പിക്കും മദ്യം. രാഷ്ട്രത്തെ നശിപ്പിക്കുന്നു എന്നൊക്കെ പറയണ വെറുതെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളം പണ്ടേ നശിഞ്ഞു പോലേ. നശിച്ചത് പിന്നെ നശിക്കില്ല. എടാ, നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി, നാട് നന്നായ ഈ ലോകം തന്നെ നന്നായി. ഈ ലോകം എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ? അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട. ഭാരത് മാതാ കി ജയ്. മതി, ഇത് മതി, ഇത് ധാരാളം മതി. അപ്പൊ നമ്മൾ കേസ് ജയിക്കുമല്ലേ? ഇനി ഈ കേസ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി, എന്തെങ്കിലും മതിയല്ലോ. 15 രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു, ബാക്കി 35 രൂപയുടെ ഐറ്റംസ് കയറ്റിക്കൊണ്ടിരിക്കുന്നു. നീ എന്തിനാ നിനക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോയത്? എവിടെയെങ്കിലും പോയി പണ്ടാറ കേട്ടോ. അപ്പൊ ഞാൻ പട്ടിണിയായി പോവില്ലേ? അത് ശരി. ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം. അത് അവള് കൊണ്ടേ കളഞ്ഞോളൂ. എന്ത്? ഈ ഇലയും വേസ്റ്റും ഒക്കെ അല്ലേ? കിട്ടിയാ നമുക്ക് സന്തോഷം. ഇനി കിട്ടിയില്ലേ അതേക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതിരിക്കാൻ മനസ്സിനെ പരുവപ്പെടുത്തുക. അറിയില്ല, എപ്പോ വരും? ഇത് വല്ല കലിങ്കിലോ മരത്തിലോ ഇടിച്ച് നിക്കണം. ഭാഗ്യം ഉണ്ടെങ്കിൽ. നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. എന്നാ പിന്നെ നീ എന്നെ ഡൈവേഴ്സ് ചെയ്തേക്ക്. നീ എന്റെ റൂംമേറ്റാ, മുതലാളിയല്ല. അതാ ഞാനും പറഞ്ഞത്, റൂംമേറ്റാ, മുതലാളിയല്ല. കയറി ഭരിക്കരുത്. അരി കഴുകുക. ആണോ നീ? അരി കഴുകാൻ കഴുകടാ അരി. ഇല്ലെങ്കിൽ വേണ്ട, പെണ്ണ് കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ട. പെണ്ണ് കെട്ടിയിട്ടല്ലോ ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒന്നും നാട് ഭരിക്കണേ. ഇനി ഞാൻ അങ്ങനെ പെര നിറഞ്ഞ് നിന്ന് പോവാണെങ്കിൽ അങ്ങനെ പോട്ടെ, അങ്ങനെ പോവും. എന്താണ് ഇങ്ങനെ? എടാ, ഞാനേ മണ്ട, കൂടുള്ള നീ മണ്ടനെ, നമ്മളെങ്ങനെ വളരൂടാ? നിനക്ക് കല്യാണം ആലോചിച്ച് വന്നതായിരുന്നു. വേണ്ടായിരുന്നു. എന്തായാലും ആലോചിച്ചതല്ലേ, വേണ്ടെന്ന് വെക്കണ്ട. 4 മാസം കൂടി കഴിഞ്ഞ് എന്റെ പരീക്ഷ കഴിയും. പിന്നെ ഞാൻ ഫ്രീയാ, വെറുതെ ഇരിക്കട്ടല്ലോ.